കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങി മാസം 1 കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് അറുതിയില്ല. വൈപ്പിൻ ഹാർബറിൽ നിന്ന് ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയ 8 വള്ളങ്ങളിലെ വല മുറിഞ്ഞു. മുങ്ങിയ കപ്പലിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങിയാണ് വല മുറിഞ്ഞതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഒരു വല റിപ്പയർ ചെയ്ത് ഇറക്കണമെങ്കിൽ 10 ലക്ഷം രൂപയോളം ചെലവ് വരും. അടിയന്തരമായി കപ്പൽ അവശിഷ്ടങ്ങൾ നീക്കിയില്ലെങ്കിൽ ഇനി എന്ത് വിശ്വസിച്ച് വലയിറക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ഒരു 1000 കിലോ അല്ലെങ്കിലും നഷ്ടപ്പെട്ടാറുണ്ട് ഞങ്ങൾക്ക്. കിടക്കുന്നു, ജഡമായി കിടക്കുന്നു, കാണുന്നില്ലേ? ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റാത്തൊരു സാമ്പത്തിക നഷ്ടമാണ്. അതൊരു ആത്മഹത്യയുടെ അല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇനി ജീവിതം മുന്നേക്ക്, അത് ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞ്. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങി 1 മാസം പിന്നിട്ടിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതപ്പെയ്ത്ത് അവസാനിച്ചിട്ടില്ല. ഇന്നലെ വൈപ്പിൻ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 8 വള്ളങ്ങളിലെ വലകളാണ് മുറിഞ്ഞത്. കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടിയാണ് വല മുറിഞ്ഞതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മുറിഞ്ഞ വല വീണ്ടും പണിക്കിറക്കണമെങ്കിൽ ഏകദേശം 10 ലക്ഷത്തോളം ചിലവ് വരും. വഴിമുട്ടിയ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരെ വീണ്ടും ദുരിതക്കയത്തിലാഴ്ത്തുകയാണ് സർക്കാർ എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആരോപണം. കിടക്കുന്നു, ജഡമായി കിടക്കുന്നു, കാണുന്നില്ലേ? ഈ തൊഴിലാളി എവിടെ ജീവിക്കും? 1 വർഷത്തെ അധ്വാനമാണ് നടക്കുന്നത്, പാഴായിപ്പോയിരിക്കുന്നത്. സീസൺ മണിയിൽ പകുതി മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയാണ് ആകെ പണി നടന്നത്. ആ സമയത്ത് 8 വള്ളങ്ങൾ തകർന്നു പോയില്ലേ? ഈ കപ്പൽ 1 മാസമായി മുങ്ങിയിട്ട് ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റാൻ ഒരു നടപടി എടുത്തിട്ടില്ല. 40 ലക്ഷം രൂപ കടം കൊണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം വള്ളം ഇറക്കിയത്. വളരെ പ്രതീക്ഷയുള്ള സമയമുണ്ട്. ചാളക്ക് നല്ല വിലയുണ്ട്. ചാളക്കിനെ കണ്ട് വല അടിച്ച് റോപ്പ് കയറി വന്നപ്പോഴാണ് വല പൊളിഞ്ഞ് കിടക്കുന്നത്. ഞങ്ങളുടെ ജീവിതം തന്നെ അടുത്തൊരു വർഷത്തേക്ക് തന്നെ പ്രതിസന്ധിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം വരുന്നു. ഞങ്ങൾ വലിയ മുതലാളിമാരിൽ നിന്ന് പലിശക്കെടുത്ത് വലിയൊരു കടക്കണിയിലേക്ക് പ്രസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പ്രതിസന്ധി എന്നുള്ള ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് വലിയ ഭീമമായ തുകകളാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. എങ്ങനെ പോലും ഒരു 5 ലക്ഷം രൂപയിൽ മേല് ഇപ്പം ഈ വല പണിത് ഞങ്ങൾക്ക് തിരിച്ചിഞ്ഞ് കടലിലേക്ക് പോകാനായിട്ടാവും. അത് അങ്ങനെ പണിത് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് പ്രതീക്ഷയില്ല. നമ്മൾ ഇനിയും കൊണ്ടുപോയി അടിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വന്ന് കിടക്കുന്ന സ്ഥലത്താവുമോ? നമുക്ക് നാളെ എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളുടെ മുമ്പിൽ അസ്തമിച്ച് കഴിഞ്ഞു. മുറിഞ്ഞുപോയ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കാനുള്ള പെടാപ്പാടിലാണ് ഇവിടെ ഓരോ മത്സ്യത്തൊഴിലാളിയും. അതിനിടയിലാണ് ദുരിതമഴകൾ ഒന്നൊന്നായി പെയ്തിറങ്ങുന്നത്. സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധികൾക്ക് അടിയന്തരമായി പരിഹാരം കാണണം. കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം ന്യായമല്ലേ? അതിനൊരു പരിഹാരം വേണം.